ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ക്രിക്കറ്റ് മാമാങ്കം തുടക്കം മുതൽ കാണുന്നവർക്കെല്ലാം അറിയുന്ന പേരാണ് ലളിത് മോദിയുടേത്. എന്നാൽ പിന്നീട് തട്ടിപ്പ് കേസിൽപ്പെട്ട ലളിത് മോദിയുടെ മുഖവും നിങ്ങളിൽ പലരും പെട്ടെന്നൊന്നും മറക്കാൻ ഇടയില്ല. അതൊക്കെ പഴയ കഥ. ഇന്നിപ്പോൾ എല്ലാം മാറി മറഞ്ഞു. പലർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും ഉയരത്തിലാണ് ലളിത് മോദി എന്ന ബിസിനസ് അധികായന്റെ സ്ഥാനം. ഒരു പതിറ്റാണ്ട് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നായിരുന്നു ലളിത് മോദി, IPLന്റെ അമരക്കാരൻ. ഇപ്പോഴിതാ ലക്നൌ സൂപ്പർ ജയൻസ് ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയെ കുറിച്ച് മോശം പരാമർശം നടത്തി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ലളിത് മോദി. ചിലർക്ക് ലളിത് മോദിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെയും പരിചയമുണ്ടെങ്കിലും പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. തുടക്കത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനും കമ്മീഷണറുമായിരുന്നു വ്യവസായിയും ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററുമായ ലളിത് മോദി. ഡൽഹിയിലെ ഒരു സമ്പന്ന വ്യവസായ കുടുംബത്തിലാണ് മോദി ജനിച്ചത്. 1933 തന്റെ മുത്തച്ഛൻ ഗുജാർ മൽ മോദി സ്ഥാപിച്ച മോദി എന്റർപ്രൈസസിന്റെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ 57-കാരൻ. പഞ്ചസാര മില്ലുകളുടെ ഒരു ചെറിയ കുടുംബ ബിസിനസ് എന്ന നിലയിൽ ആരംഭിച്ചത് ഗുജാർ മൽ മോദിയുടെ മകനും ലളിത് മോദിയുടെ പിതാവുമായ KK മോദിയാണ്. നിലവിൽ മോദി ഗ്രൂപ്പിന്റെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമാണ് ലളിത് മോദി. കൂടാതെ മോദി ഗ്രൂപ്പിന്റെ മുൻനിര ബിസിനസ്സായ ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യയുടെ തലവനും കൂടിയാണ്. നിലവിൽ മോദി ഗ്രൂപ്പിന് ഫാഷൻ, കെമിക്കൽസ്, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, സലൂൺ, ട്രാവൽ, പേഴ്സണൽ കെയർ, എന്റർടൈൻമെന്റ്, FMCG തുടങ്ങിയ മേഖലകളിൽ ബിസിനസ്സുകളുണ്ട്. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ബ്രാൻഡുകളുടെ പട്ടികയിൽ ഗോഡ്ഫ്രേ ഫിലിപ്സ്, മോഡി കെയർ, കളർ ബാർ, ബീക്കൺ ട്രാവൽ, പാൻ വിലാസ് പാൻ മസാല, KK മോദി വിദ്യാഭ്യാസ സ്ഥാപനം, ഈക്കോ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് എന്നിവ ഉൾപ്പെടുന്നു. ഒരു ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ലളിത് മോദി സമ്പാദിച്ച വലിയ തുക ഉപയോഗിച്ച് അദ്ദേഹം സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനായി തുടരുന്നു. ആജ് തക് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി $570 മില്യൺ, അതായത് 4555 കോടി രൂപ. ഇന്ന് IPL ഏറ്റവും ലാഭകരമായ രണ്ടാമത്തെ ലീഗാണ്. ഓരോ കളിയും 117 കോടി രൂപയുടെ മൂല്യമുള്ളതാണ്. ഇതിന്റെ സ്ഥാപകനായ മോദിയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കോടികളുടെ മടിത്തട്ടിൽ ഉറങ്ങുന്നവൻ എന്ന വിശേഷണത്തിന് ലളിത് മോദി എന്തുകൊണ്ടും അർഹനാണ്. 7000 ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന ലണ്ടനിലെ 5 നിലകളുള്ള മാളികയിലാണ് ലളിത് മോദി താമസിക്കുന്നത്. വീട്ടിൽ 14 മുറികളും ഇൻബിൽറ്റ് എലിവേറ്ററുമുണ്ട്. വീട്ടിൽ 7 കുളിമുറികൾ, 2 അതിഥി മുറികൾ, 4 സ്വീകരണ മുറികൾ, 2 അടുക്കളകൾ എന്നിവയുമുണ്ട്. തന്റെ പരേതയായ ഭാര്യ മിനലിന് ഇപ്പോൾ നിർത്തലാക്കിയ ആസ്റ്റൺ മാർട്ടിൻ റാപ്പിഡ് കാർ സമ്മാനമായി നൽകിയിരുന്നു. അതിന്റെ വില 4.4 കോടിയായിരുന്നു. പകരമായി ഭാര്യ അദ്ദേഹത്തിന് ഒരു ഫെറാറി കാലിഫോർണിയ സമ്മാനിച്ചു. അതും ഇപ്പോൾ വിപണിയിലില്ല. ഉൽപാദനം ആരംഭിച്ചപ്പോൾ കാറിന്റെ വില ഏകദേശം 3.5 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷം മോദി തന്റെ മകൻ രുചിരന് ഒരു ഫെറാരി 812 GTS സമ്മാനിച്ചു. ഇതിന് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില 5.75 കോടിയാണ്. നേരത്തെ 2016 രുചിർ തന്റെ പിതാവിന് ഒരു ഫെറാരി F12 ബെർലിനിറ്റ സമ്മാനിച്ചിരുന്നു. 5.5 കോടി രൂപയായിരുന്നു ഇന്ത്യയിൽ ഇതിന്റെ അവസാനമായി രേഖപ്പെടുത്തിയ വില. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സ്ഥാപകനും ആദ്യ ചെയർമാനും ലീഗ് കമ്മീഷണറുമായ ലളിത് മോദി 2010 വരെ 3 വർഷത്തോളം ടൂർണമെന്റ് നടത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. പിന്നീടാണ് മോശം പെരുമാറ്റം, അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടി ലളിത് മോദിയെ BCCIയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ ആരോപണങ്ങളിൽ ലളിത് മോദി കുറ്റക്കാരനാണെന്ന് ഒരു കമ്മിറ്റി കണ്ടെത്തിയതിനെ തുടർന്ന് 2013 അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹം രാജ്യം വിടുകയായിരുന്നു.